പോർച്ചുഗൽ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ. എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യത്തെ വിജയം പോർച്ചുഗൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ പകരക്കാരനായി എത്തിയ റാഫേൽ ലിയാവോ ഒരു സൂപ്പർ സബ്ബായിട്ട് മാറുന്ന കാഴ്ച കാണുന്നു. അതുപോലെ ന്യൂനസിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫ്രീ ഗോൾ ഉണ്ടായിരുന്നു. മറ്റൊരു ഗോൾ ഒരു ഓൺ ഗോളായിരുന്നു. അങ്ങനെ ആധികാരിക വിജയം, ഒരു 5-0 ഒരു ആധികാരിക വിജയം പോർച്ചുഗൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്കുള്ള ഒരു സാധ്യത പോർച്ചുഗൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഫിഫ റാങ്കിങ്ങിൽ 50ാം സ്ഥാനത്തുള്ള ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ച് അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പിൻ്റെ മഹാവേദിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിൽ ഇന്നേ വരെ അവർ തമ്മിൽ ഒരു ഹെഡ് ടു ഹെഡ് മാച്ച് ഇതുവരെ വന്നിട്ടില്ല. ആദ്യത്തെ മാച്ച് തന്നെ ഒരു 5-0 ഒരു ആധികാരിക വിജയം പോർച്ചുഗൽ നേടിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിഫ റാങ്കിങ്ങിൽ 50ാം സ്ഥാനത്താണ്. പോർച്ചുഗലിനെ സംബന്ധിച്ച് നമ്മൾ ഏത് തുലാസ് കൊണ്ട് ഉസ്ബെക്കിസ്ഥാനെ അളന്നാലും അത് ഒന്നും പോർച്ചുഗലിൻ്റെ ആ ഒരു സ്കോഡ് ഡെപ്തിനെ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വാല്യൂയിലേക്കോ ഉസ്ബെക്കിസ്ഥാന് എത്താൻ സാധ്യതയില്ല. അത്രയും മികച്ച സ്കോഡുള്ള പോർച്ചുഗലിനെതിരെയാണ് ഒരു ഏഷ്യയിലെ ഒരു ചെറിയ ടീം തന്നെ എന്ന് പറയാം ഉസ്ബെക്കിസ്ഥാന് അവരെ നേരിടാനെത്തുന്നത്. അവരൊരു സ്റ്റാർ വാല്യൂ ആയിട്ടുള്ള ഒരു താരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുസനാവോ എന്ന് പറയുന്ന മാൻ സിറ്റിയുടെ ഒരു ഡിഫൻഡർ മാത്രമാണ് അവർക്ക് പറയത്തക്ക ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു താരമായിട്ടുള്ളത്. അതുമാത്രമല്ല അവരുടെ മാനേജറായിട്ടുള്ളത് ഫാബിയോ കന്നവാരയാണ്. അദ്ദേഹം ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു മാനേജറാണ്. റയൽ മാഡ്രിഡിനൊക്കെ കളിച്ചിട്ടുള്ള ഇറ്റാലിയൻ ഇതിഹാസം ഫാബിയോ കന്നവാരയാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ മാനേജറായിട്ടുള്ളത്. അങ്ങനെ രണ്ട് വ്യക്തികളൊക്കെ മാറ്റി നിർത്തിയാൽ മറ്റ് അങ്ങനെ അറിയപ്പെടുന്ന താരങ്ങളൊന്നും ഉസ്ബെക്കിസ്ഥാൻ ടീമിൽ ഇല്ല. എന്നിരുന്നാലും ആ ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള ആ വിജയം എന്തുകൊണ്ട് ഇത്രയും സ്പെഷ്യലായി മാറുന്നു, എന്തുകൊണ്ട് ഇത്രയും ആഘോഷിക്കപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എസ്പെഷ്യലി അത് പ്രധാനമായിട്ടും പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡിലൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് ലോസ് ആയിട്ട് പോയ പല കാര്യങ്ങളും നമുക്ക് ഈ മത്സരത്തിൽ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും മിഡ്ഫീൽഡിലുള്ള ആ കോർഡിനേഷൻ, വിറ്റിനയും ബ്രൂണോയും തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫുട്ബോൾ, ജാവോ നെവസിൻ്റെ സാന്നിധ്യം കൂടി ആയപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മിഡ്ഫീൽഡിൽ കൃത്യമായിട്ടൊരു ആധിപത്യം, ഒരു ഡോമിനേഷൻ കൊണ്ടുവരാൻ പോർച്ചുഗലിന് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ DR കോങ്കോക്കെതിരെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടതാണ് മുന്നേറ്റത്തേക്ക് പന്ത് എത്തിക്കാൻ മിഡ്ഫീൽഡേഴ്സിന് സാധിക്കില്ല. ക്രോസ് ബോളുകൾ കുറവായിരുന്നു, അതുപോലെ ക്രോസുകൾ കുറവായിരുന്നു. അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ കൃത്യമായിട്ട് ആദ്യ മിനിറ്റ് മുതൽ പോർച്ചുഗൽ നിരന്തരം ക്രോസുകളും നിരന്തരം അറ്റാക്കുകളുമായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ 5-0 അവരെ ഒരു ആധികാരിക വിജയത്തിലേക്ക് പോർച്ചുഗലിനെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ സെറ്റ് പീസുകളൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോർച്ചുഗലിന് സാധിക്കുന്നുണ്ട്. എതിരാളികൾ മറ്റൊന്ന് ചിന്തിക്കുമ്പോൾ പോർച്ചുഗൽ മറ്റൊരു രീതിയിലാണ് സെറ്റ് പീസുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു സെറ്റ് പീസിലൂടെയാണ് ന്യൂനോ മെൻഡസ് തൻ്റെ പോർച്ചുഗലിൻ്റെ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. അതുപോലെ ക്രിസ്ത്യാനോക്ക് ഒരു ഹാഫ് ടൈമിന് ശേഷം ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അത് ക്രിസ്ത്യാനോ എടുക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നെങ്കിൽ കൂടി അവിടെ ഒരു ബ്രൂണോ ഫെർണാണ്ടസ് എടുക്കുന്നു. അത് കൃത്യമായിട്ട് ചിപ്പ് ചെയ്ത് ക്രിസ്ത്യാനോക്ക് നൽകുന്നു. പക്ഷെ അതൊരു ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ലെങ്കിലും അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പോർച്ചുഗലിനെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് രീതിയിലൊക്കെ സെറ്റ് പീസുകളൊക്കെ അവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല മൊത്തത്തിലൊരു ടീം ഗെയിമായിട്ടാണ് പോർച്ചുഗൽ ഈ മത്സരത്തിൽ കളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ മത്സരത്തിലെ ഈ വിജയം ഇത്ര സ്പെഷ്യലായിട്ട് നമ്മൾ കാണുന്നത്. പോർച്ചുഗലിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തും ഇത്രയും മികച്ച രീതിയിൽ ഒരു ടീം ഗെയിമായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ എസ്പെഷ്യലി നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് മുന്നേറ്റത്തേക്ക് പന്തെത്തിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. മിഡ്ഫീൽഡിൽ ഒരു കോർഡിനേഷൻ ഇല്ലാതെ വെറുതെ അനാവശ്യ ബാക്ക് പാസുകൾ കൊണ്ടുവരുന്നു. മിഡ്ഫീൽഡിൽ നിന്നും കളി മൊത്തത്തിൽ ഒന്നും നടന്നിട്ടില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ അതൊക്കെ മാറി ഒരു കൃത്യമായിട്ടുള്ള ഒരു ടാക്ടിക്സോട് കൂടി റോബർട്ടോ മാർട്ടിനസ് കൃത്യമായിട്ട് തന്നെ പണിയെടുത്ത് തന്നെ അദ്ദേഹം പോർച്ചുഗലിനെ അടുത്ത മത്സരത്തിന് വേണ്ടി അയച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഒരു റിസൾട്ട് എന്നതിലുപരി, ഒരു 5-0 എന്ന ഒരു റിസൾട്ട് എന്നതിലുപരി ഒരു ടീം വർക്ക് നേടിയ, ഒരു ടീമിലൂടെ പോർച്ചുഗൽ വിജയിക്കുന്ന ഒരു മത്സരമായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അതിനൊക്കെ ഇത്രയും രീതിയിൽ പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. ഇതൊരു ടീം വർക്കിൻ്റെ ഒരു ഗോൾ, ഒരു നേട്ടമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആഘോഷിക്കപ്പെടുന്നത്. ഇനി അടുത്ത മത്സരം കൊളംബിയക്കെതിരെയാണ്. അതും കൂടി പോർച്ചുഗലിന് വിജയിക്കാൻ സാധിച്ചാൽ പോർച്ചുഗൽ എന്ന ടീമിനെ നിങ്ങൾക്ക് പിടിച്ചാൽ പോലും കിട്ടാത്ത രീതിയിൽ അവർ മുന്നോട്ട് കുതിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ച് ഫിഫ റാങ്കിങ്ങിൽ ഒരു 50ാം സ്ഥാനക്കാരാണ് അവർ. അതുമാത്രമല്ല ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു വേൾഡ് കപ്പ് വേദിയിൽ പോലും അവർ കളിച്ചിട്ടില്ല. അതായത് 2026 വേൾഡ് കപ്പാണ് അവരുടെ ആദ്യത്തെ വേൾഡ് കപ്പ്. അതുമാത്രമല്ല പ്രീവിയസ് ഹിസ്റ്ററി പോലും ഇല്ലാത്ത ഒരു വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു ഹിസ്റ്ററി പോലും ഇല്ലാത്ത ഒരു ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ എങ്കിൽ കൂടി അവർ ഈ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മിഡ്ഫീൽഡിലൊന്നും കൃത്യമായിട്ടൊരു ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മിസ് പാസുകൾ
കുറേ വരുന്നത് നമ്മൾ കണ്ടിരുന്നു. പാസിംഗ് ആക്യുറസി വളരെ കുറവായിരുന്നു അവർക്ക് ഫൈനൽ തേർഡിലേക്ക് കൃത്യമായിട്ട് പന്ത് എത്തിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ അധികവും ചെയ്യുന്നത് അവർ ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് ഷോട്ട് എടുക്കുക, കീപ്പറെ പരീക്ഷിക്കുക, അതവർ നിരന്തരം ഇടക്കിടക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതുമാത്രമല്ല പോർച്ചുഗലിനെ സംബന്ധിച്ച് പോർച്ചുഗലിൻ്റെ ഡിഫൻസ് കൃത്യമായിട്ട് ഒരു പലയിടത്തും പരാജയപ്പെടുന്ന ഒരു പിഴവുകൾ പോർച്ചുഗലിൻ്റെ ഡിഫൻസിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ചെറിയ ടീമായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വെക്കാം. പക്ഷേ ഒരു ബിഗ് ടീമിനെതിരെ കളിക്കുമ്പോൾ, ഒരു ബിഗ് ജയൻസിനെതിരെ, അതായത് എസ്പെഷ്യലി അടുത്ത മത്സരം കൊളംബിയക്കെതിരെയാണ് കളിക്കാനുള്ളത്. അപ്പോൾ ഈ ഡിഫൻസിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ഈ മത്സരത്തിൽ പലപ്പോഴായിട്ട് ഡിഫൻസ് പിളരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതായത് ഫുൾ അറ്റാക്കിലേക്ക് പോർച്ചുഗൽ എത്തിയപ്പോൾ ഡിഫൻസിൻ്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കാതെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഹാഫ് ടൈമിന് ശേഷം റോബർട്ടോ മാർട്ടിനസ് എന്താണ് ചെയ്യുന്നത്? ഒരു മിഡ്ഫീൽഡറെ പിൻവലിക്കുന്നു, ഒരു അറ്റാക്കറെ പറഞ്ഞയക്കുന്നു. നിരന്തരം സ്കോർ ചെയ്യാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതെങ്കിലും ഡിഫൻസിൽ വലിയ രീതിയിൽ ഒരു പിഴവുകൾ സംഭവിക്കുന്ന, ഒരു മിസ്റ്റേക്കുകൾ കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകൾ നേടിയിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ DR കോങ്കോക്കെതിരെ ഒരു സമനിലയിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ, കളിയാക്കലുകൾ, ട്രോളുകൾ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിനൊക്കെ ഒരു മറുപടി എന്നോണം ഒരു ഉസ്ബെക്കിസ്ഥാനെതിരെ ആണെങ്കിൽ കൂടി ഒരു ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് ഈ വേൾഡ് കപ്പിലേക്ക് താനുമുണ്ടെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിൽ മാത്രമല്ല 6 വ്യത്യസ്ത വേൾഡ് കപ്പ് കളിക്കുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ മൂന്നാമത്തെ താരമാണ് അദ്ദേഹം. രണ്ടാമത്തെ താരമാണെന്ന് തോന്നുന്നു. അതുപോലെ അദ്ദേഹം ആ 6 വേൾഡ് കപ്പിലും ഗോളടിക്കുന്ന ചരിത്രത്തിലെ ഒരേ ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ദ ഫസ്റ്റ് പ്ലെയർ ഇൻ വേൾഡ് കപ്പ് ഹിസ്റ്ററി. ആദ്യത്തെ താരമാണ് വേൾഡ് കപ്പിലെ ആറ് വേൾഡ് കപ്പിലും തുടർച്ചയായിട്ട് 6 വേൾഡ് കപ്പിലും ഗോളടിക്കുന്ന താരം. ആദ്യത്തെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വലിയൊരു മറുപടി എതിരാളികൾക്ക് അതുപോലെ വിമർശകർക്കും നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത മത്സരം കൊളംബിയക്കെതിരെയാണ്. ആ മത്സരം കൂടി പോർച്ചുഗലിന് ഒരു ആധികാരിക വിജയം അവർക്ക് നേടാൻ സാധിച്ചാൽ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ടീമുകളിൽ ഒന്നായിട്ട് പോർച്ചുഗൽ മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട.